കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് കേണൽ റിച്ചാർഡ് കെമ്പിന്റെ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി കെമ്പ് പറഞ്ഞത് റഷ്യ ഒരു വലിയ ആക്രമണത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു, അത് ലോകത്തിന് തടയാൻ കഴിയില്ല എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനായി റഷ്യ ലക്ഷ്യം വെക്കുന്നത് ഉക്രൈന്റെ എല്ലാ വിമാനത്താവളങ്ങളെയുമാണ്. വിമാനത്താവളങ്ങളെ ആണവായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് റഷ്യ എന്നുകൂടി കെമ്പ് പറയുന്നു. ഇത് ഉക്രൈനെ തകർക്കുകയും അവരെ നിസ്സഹായരാക്കുകയും പരാജയം സമ്മതിപ്പിക്കുകയും ചെയ്യും. 2022 മുതലാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചത്. ആയിരക്കണക്കിന് പേർ ഇതിനോടകം കൊല്ലപ്പെട്ടിരിക്കുന്നു, ലക്ഷക്കണക്കിന് പേർ പലായനം ചെയ്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആണ് റഷ്യയുടെ ആണവ നയം കുറച്ച് നാളുകൾക്ക് മുമ്പ് മാറ്റിയിരുന്നു. മുമ്പ് റഷ്യയുടെ ആണവ നയം ആണവായുധങ്ങളില്ലാത്ത രാജ്യങ്ങൾക്കെതിരെ ആണവായുധങ്ങൾ പ്രയോഗിക്കില്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പുടിൻ മാറ്റിയിരിക്കുന്നു. പുടിൻ്റെ പുതിയ നയം അനുസരിച്ച് റഷ്യക്കെതിരെ പാശ്ചാത്യ ശക്തികളുടെ സഹായത്താൽ ആക്രമിച്ചാലും ആ രാജ്യത്തിനെതിരെ ആണവായുധം ഉപയോഗിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു നയം പുതിയതായി കൊണ്ടുവരുന്നതിന് പിന്നിൽ ഈ യുക്രൈനിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. തന്ത്രപരമായ ആണവായുധങ്ങളാകും ഉപയോഗിക്കുക എന്നുകൂടി ഈ കെമ്പ് പറയുന്നു. നമുക്കറിയാം, റഷ്യയുടെ പക്കൽ 5889 ആണവായുധങ്ങളാണുള്ളത്. അതിലിപ്പോൾ 1674 ആണവായുധങ്ങൾ അവർ അതിർത്തികളിൽ വിന്യസിച്ചു കഴിഞ്ഞതായും കെമ്പ് പറയുന്നു. ഏതായാലും റഷ്യ ഒരു കനത്ത തിരിച്ചടി നൽകുമെന്ന് ലോകം ഭയപ്പെട്ടിരിക്കുന്നിടത്ത് ആ കനത്ത തിരിച്ചടി എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ ആണവായുധ യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുമോ എന്നുള്ളതാണ് ലോകം കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.